സെലക്ഷൻ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് സെലക്ഷനാണ്. ഏത് റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ഷനാണ്. സോ റിക്രൂട്ട്മെൻറ്റിൽ നമ്മൾ ചെയ്തത് പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസിനെ, അതായത് നമ്മളുടെ എംപ്ലോയീസ് ആവാൻ വില്ലിംഗ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെർച്ച് ചെയ്യുന്ന പ്രോസസ്സായിരുന്നു റിക്രൂട്ട്മെൻറ്റ്. ആ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് അവസാനിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ നമുക്ക് കിട്ടിയിട്ടുള്ള ലിസ്റ്റിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മളുടെ ക്വാളിഫിക്കേഷൻ, നമ്മൾ ആവശ്യപ്പെടുന്ന റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. So, selection is the process of choosing of appropriate persons from all the applicants. Selection process starts immediately after recruitment. So, it involves picking a group of workers from a total group of workers who has applied for the job. So, അതാണ് സെലക്ഷൻ എന്നുള്ള പ്രോസസ്സ്. സോ സെലക്ഷനുള്ളൊരു ഡെഫിനേഷൻ നൽകിയിരിക്കുന്നത് ഡെയിൽ യോഡർ. Selection is the process in which candidates are divided into two classes, those who are to be offered employment and those who are not. അതായത് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് ടോട്ടലി അവൈലബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൽ നിന്നും രണ്ട് ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സും, അതായത് നമ്മൾ അവർക്ക് എംപ്ലോയ്മെൻറ്റ് ഓഫർ ചെയ്തിട്ടുള്ള എംപ്ലോയീസും, അതേപോലെ തന്നെ അല്ലാത്ത കാറ്റഗറിയും. അതാണ് സെലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. സോ സെലക്ഷൻ എന്ന് പറയുന്നത് അതിൽ കുറേ സ്റ്റെപ്സുകളുണ്ട്. എന്തൊക്കെയാണ് അതിൽ വരുന്ന സ്റ്റെപ്സ് എന്നുള്ളത് 1 by 1 ആയിട്ട് നമുക്ക് പറയാം. സോ ഓവറോൾ സ്റ്റെപ്സ് പറയുകയാണെങ്കിൽ ആദ്യം റെസിപ്റ്റ് ആൻഡ് സ്ക്രൂട്ടിനി ഓഫ് അപ്ലിക്കേഷൻ, ദെൻ പ്രിലിമിനറി ഇൻ്റർവ്യൂ, ബ്ലാങ്ക് അപ്ലിക്കേഷൻ ഫോം, ടെസ്റ്റ് ഇൻ്റർവ്യൂ, ചെക്കിംഗ് റെഫറൻസസ്, അപ്രൂവൽ ഓഫ് ദ സൂപ്പർവൈസേഴ്സ്, മെഡിക്കൽ എക്സാമിനേഷൻ, ഫൈനൽ സെലക്ഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ്. സോ ഫസ്റ്റ് വൺ, റെസിപ്റ്റ് ആൻഡ് സ്ക്രൂട്ടിനി ഓഫ് അപ്ലിക്കേഷൻ. So, this is the first step in selection process. If there are vacancies, it will be notified in the newspaper, notice board, etc. So, a number of applications may be received from the candidates and HR department make a detailed scrutiny of these application. So, ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കഴിഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്നത് സെർച്ചിങ് ആണ്. സോ ഈ സെർച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ പബ്ലിക് നോട്ടീസ് ഇൻവൈറ്റ് ചെയ്യുന്നു, നോട്ടീസ് ബോർഡിൽ അറിയിക്കുന്നു. അങ്ങനെ പല വിധേന നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഫലമായിട്ട് ലോട്ട് ഓഫ് കാൻഡിഡേറ്റ്സ് നമ്മളുടെ ഓർഗനൈസേഷനിൽ വേക്കൻസിക്ക് വേണ്ടിയിട്ട് ഫില്ല് ചെയ്യുന്നു. അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നു. സോ ആ അപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. റിസീവ് ചെയ്യൽ മാത്രമല്ല, അതിനെന്ത് ചെയ്യാം? സ്ക്രൂട്ടനൈസ് ചെയ്യും കൂടെ ചെയ്യുക. അതായത് HR ഡിപ്പാർട്ട്മെൻറ്റ് മേക്ക് എ ഡീറ്റെയിൽഡ് സ്ക്രൂട്ടനി ഓഫ് ദീസ് ആപ്ലിക്കേഷൻ ഫസ്റ്റ് നമ്മൾ അത് ആപ്റ്റായിട്ടുള്ളതല്ലേ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് സ്ക്രൂട്ടനി ഓഫ് ആപ്ലിക്കേഷൻ. So first step, receipt and scrutiny of application. Then after that, preliminary interview. Preliminary interview means it is the basic interview and normally conducted by assistant receptionist to know whether the candidates are fit for the job or not. അതായത് നമ്മുടെ ഒറിജിനൽ ഇൻ്റർവ്യൂയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒരു റഫ് ഇൻ്റർവ്യൂ നടക്കുന്നതാണ് പ്രിലിമിനറി ഇൻ്റർവ്യൂ. സോ ഇൻ്റർവ്യൂ നടത്തുന്നത് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് ആയിരിക്കും. അതായത് നമ്മൾ ജസ്റ്റ് ഈ ജോബിന് ഫിറ്റ് അല്ലേ എന്നുള്ളത് പ്രിലിമിനറി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ ബ്ലാങ്ക് അപ്ലിക്കേഷൻ ഫോം. After preliminary interview, a blank application form is issued to them which contains biodata, educational qualification, work experience, expected salary, reference, etc. The candidates are directed to fill the blank columns provided in the form. അതായത് ആദ്യം പ്രിലിമിനറി ഇൻ്റർവ്യൂ നടത്തുന്നു. അത് കഴിഞ്ഞാൽ അവർക്ക് ഒരു ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നു. ഈ ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മളുടെ ബയോഡാറ്റ, അതായത് കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ്, ബേസിക് ഡീറ്റെയിൽസും, അയാൾ ഉദ്ദേശിക്കുന്ന സാലറി, അയാൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സാലറി, അതുപോലെ അയാളുടെ റെഫറൻസസ്. എന്താണ് ഈ റെഫറൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും ബയോഡാറ്റ എഴുതുന്ന സമയത്ത് ഒരു റെഫറൻസ് എഴുതും. അതായത് നമ്മളെക്കുറിച്ച് ആരോട് ചോദിച്ചാലാണ് നമുക്കതിൻ്റെ ആക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുക, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള റെഫറിയുടെ ലിസ്റ്റ് കൊടുക്കുക ഓരോ കാൻഡിഡേറ്റ്സും. അത് ചിലപ്പോൾ നമ്മളുടെ പ്രീവിയസ് എംപ്ലോയർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ പ്രീവിയസ്ലി നമ്മളെ കോൺടാക്റ്റ് ഉണ്ടായിരുന്ന നമ്മുടെ ടീച്ചേഴ്സ് ആയിരിക്കാം. അപ്പോൾ ഈ റെഫറൻസൊക്കെ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ നെക്സ്റ്റ് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന എംപ്ലോയേഴ്സിന് നമ്മളെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുള്ള ഒരു വേദിയാണ് ഈ റെഫറൻസസ് എന്ന് പറയുന്നത്. സോ നമ്മളെക്കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ റെഫറൻസ് കൊടുത്തിട്ടുള്ളവരെ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കോൺടാക്റ്റ് ചെയ്തിട്ടോ നമ്മളെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. അതായത് നമ്മുടെ കോൺടാക്റ്റ് അറിയാൻ വേണ്ടിയിട്ട്, കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു വേറൊരു ഫോമാറ്റ്.
സോ ഈ ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ ഈ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുന്നു. അതാണ് തേർഡ് സ്റ്റെപ്പ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നു. സോ ടെസ്റ്റ് ഈസ് മെയിൻലി കണ്ടക്റ്റഡ് ടു എക്സാമിൻ ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ് ഫോർ ദ ജോബ്. സോ ടെസ്റ്റുകൾ മെയിനായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു എക്സാമിൻ വെദർ ദ കാൻഡിഡേറ്റ് ഈസ് ഫിറ്റ് ഫോർ ദി ജോബ്. അയാളുടെ കാൻഡിഡേറ്റിൻ്റെ സ്യൂട്ടബിലിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഒറിജിനലി ഉള്ള ക്വാളിഫിക്കേഷന് പുറമേ അവരുടെ മെൻ്റൽ എബിലിറ്റി, അതുപോലെ തന്നെ മാനേജീരിയൽ സ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ന്യൂമറിക്കൽ സ്കിൽ അതറിയാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്, ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഓരോ ജോബിൻ്റെ നേച്ചറിനനുസരിച്ചിട്ട് കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റുകളും വ്യത്യാസം ഉണ്ടായിരിക്കും. സോ ടെസ്റ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് എ കാൻഡിഡേറ്റ് വെദർ ഹി ഈസ് ഫിറ്റ് ഫോർ ദി ജോബ് ആൻഡ് അനലൈസ് ദ ക്യാപ്പബിലിറ്റീസ്, ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, സ്കിൽ എക്സെട്ര. ഓക്കെ. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് അവൈലബിൾ ആണ്. അത് ഏതൊക്കെ ടെസ്റ്റാണ്? 5 തരത്തിലുള്ള ടെസ്റ്റുകളാണുള്ളത്. ഇൻ്റലിജൻസ് ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ് ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. സോ അതിൽ ഇൻ്റലിജൻസ് ടെസ്റ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 തരത്തിലുള്ള കോഷ്യൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻ്റലിജൻസ് കോഷ്യൻ്റ്, ഇമോഷണൽ കോഷ്യൻ്റ് ആൻഡ് സ്പിരിച്വൽ കോഷ്യൻ്റ്. സോ എന്താണ് ഇൻ്റലിജൻസ് കോഷ്യൻ്റ്? ഐ ക്യു, ഇ ക്യു ആൻഡ് എസ് ക്യു. ഈ 3 കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഒരാളുടെ ഐ ക്യു എന്താണ്? ഐ ക്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ വാല്യുബിൾ ക്രൈറ്റീരിയ ഫോർ മെഷറിംഗ് ദ ഇൻ്റലിജൻസ് ഓഫ് ദി കാൻഡിഡേറ്റ്. ഹയർ ദ ഐ ക്യു സ്കോർ, ഹയർ ഈസ് ദ ലെവൽ ഓഫ് ഇൻ്റലിജൻസ്. ഐ ക്യു മെഷർ ചെയ്യാൻ നമ്മൾ കുറേ ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നു. അതിൻ്റെ റിസൾട്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻ്റലിജൻസ് ലെവൽ കൂടുതലാണ്. സോ നോർമൽ കേസിൽ പറയാറുള്ളത് 50 to 75 റേഞ്ചിൻ്റെ ഉള്ളിലാണ് ഒരു പേഴ്സണ് കിട്ടിയിട്ടുള്ള ഐ ക്യു സ്കോർ എന്നുണ്ടെങ്കിൽ 71% ഓഫ് ദി ജോബുകൾക്കും, അതായത് പിന്നെ എല്ലാ ജോബുകൾക്കും അയാൾ ഫിറ്റാണ് അല്ലെങ്കിൽ അയാൾ പെർഫെക്റ്റ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സോ ഈ ഐ ക്യു സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? സെലക്ഷൻ നടത്താം. ഇനി അടുത്ത ഇമോഷണൽ കോഷ്യൻ്റ്. ഇമോഷണൽ കോഷ്യൻ്റ് ഒരു ഇ ക്യു എന്ന് പറയുന്നത് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അതായത് ആദ്യം ഐ ക്യു മാത്രമായിരുന്നു ഈ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് മെഷർ ചെയ്തിരുന്ന ഒരു മെയിൻ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ്. പക്ഷേ പിന്നീട് ഇ ക്യുവിൻ്റെ ഇമ്പോർട്ടൻസ് ഇൻക്രീസ് ചെയ്തു. സോ അതിൻ്റെ ബേസിൽ, അതായത് 20th സെഞ്ച്വറിൻ്റെ തുടക്കത്തിലാണ് ഇ ക്യുവിൻ്റെ ഇമ്പോർട്ടൻസ് അത് ഇൻക്രീസ് ചെയ്തത്. അതായത് ആ പീരീഡിൽ ഒരു പ്രധാനപ്പെട്ട പിന്നെ മാനേജ്മെൻറ്റ് എക്സ്പേർട്ടായിട്ടുള്ള ഡാനിയൽ ഗോൾമാൻ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സക്സസ് ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇമോഷണൽ ഇൻ്റലിജൻസ് ഓഫ് ദി പേഴ്സൺ. വെറും ഇൻ്റലിജൻസ് മാത്രം പോരാ, ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ കൂടി മാത്രമേ നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ. സോ ഇ ക്യു ഈസ് ദ കീ ഫാക്ടർ കൺസിഡേർഡ് ഇൻ പ്രൊമോഷൻസ്. പ്രൊമോഷൻസിൻ്റെ ഒക്കെ കേസിൽ, പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഹയർ പോസ്റ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന കേസിലൊക്കെ ഇ ക്യു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇ ക്യുവിലുള്ളത്. മോട്ടിവേറ്റ് oneself, മോട്ടിവേറ്റ് അതേഴ്സ് ആൻഡ് എംപത്തൈസിങ് വിത്ത് അതേഴ്സ്. ഓക്കെ. സോ ആദ്യം ഒരാൾക്ക് എന്തുണ്ടാവണം? അവനാനെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാകണം. എന്നാൽ മാത്രമേ അവർക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സെൽഫ് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ, മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങളെ കൺസിഡർ ചെയ്യാനും കൂടെ പറ്റുള്ളൂ. സോ എംപത്തൈസിങ് വിത്ത് അതർ, നമ്മൾ ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണത്. മാനേജീരിയൽ ലെവലിൽ നമ്മൾ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് സ്വയം കാര്യങ്ങൾ മാത്രം, അതായത് സ്വന്തം ഡിസിഷൻസ് മാത്രം പ്രാബല്യത്തിൽ കൊണ്ടുവരാതെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും കൂടെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ? സക്സസ് ഉണ്ടാവുള്ളൂ. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇ ക്യു എന്നുള്ള കോൺസെപ്റ്റ് മെഷർ ചെയ്യണം എന്ന് പറയുന്നത്. സോ ഇ ക്യുവിനെ ഞാൻ നേരത്തെ പറഞ്ഞ ഡാനിയൽ ഗോൾമാൻ എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് എക്സ്പേർട്ട്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ 4 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ്, എലമെൻറ്റ്സ് ആണ് ഇമോഷണൽ കോഷ്യൻറ്റിനുള്ളത്. ആദ്യം സെൽഫ് അവെയർനെസ്. നമ്മൾ തന്നെ മനസ്സിലാക്കുക. നമ്മളുടെ തന്നെ ഇമോഷൻസും നമ്മളുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്സസ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് സെൽഫ് മാനേജ്മെൻറ്റ്.
സെൽഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. അതായത് ഇറ്റ് ഇൻക്ലൂഡ് സെൽഫ് കൺട്രോൾ, മാനേജിങ് ഡിസ്റപ്റ്റീവ് ഇമോഷൻസ് ആൻഡ് ഇമ്പൾസീവ് കോൺഷ്യസ് ഇൻറ്റഗ്രിറ്റി, ദറ്റ് ഈസ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഓഫ് വൺസെൽഫ്, അഡാപ്റ്റബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്ട്രൈവിംഗ് ടു മീറ്റ് എ സ്റ്റാൻഡേർഡ് ഓഫ് എക്സലൻസ്. ദറ്റ് ഈസ് നമ്മൾ സ്വയം മാനേജ് ചെയ്യാനുള്ളൊരു പവർ ഉണ്ടാക്കിയെടുക്കുക. ഓരോ ഇൻഡിവിജ്വൽസിനും അവരെ മറ്റുള്ളവർ കൺട്രോൾ ചെയ്യുന്നതിന് പകരം നമ്മളായിട്ടൊരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അത് അടുത്ത കാര്യം. ദെൻ നെക്സ്റ്റ് സോഷ്യൽ സ്കിൽസ്. സോഷ്യൽ സ്കിൽ എന്ന് പറയുന്നത് ലീഡർഷിപ്പ് പവർ, അതേപോലെ തന്നെ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ, ഗൈഡ് ചെയ്യാനുള്ള പിന്നെ പവർ, അതേപോലെ തന്നെ നല്ല ഇഫക്റ്റീവായിട്ടുള്ള മെസ്സേജസ്, അതായത് ക്ലിയർ ആയിട്ടുള്ള മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള മെസ്സേജസ് പാസ് ചെയ്യാൻ, പ്രോബ്ലംസ് ഉണ്ടാകുന്ന സമയത്ത് അത് സോൾവ് ചെയ്യാനുള്ള പവർ, മറ്റുള്ളവരുമായിട്ട് കോപ്പറേഷനിൽ പോകാൻ, അതായത് റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാനും ഗ്രൂപ്പ് സിനർജി ക്രിയേറ്റ് ചെയ്യാനുള്ളൊക്കെ പവർ, അതൊക്കെ ഉണ്ടാവുക എങ്ങനെയാണ്? സോഷ്യൽ സ്കില്ലുണ്ടെങ്കിൽ മാത്രമാണ്. അപ്പോൾ സോഷ്യൽ സ്കില്ല് ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സോഷ്യൽ അവെയർനെസ്. സോഷ്യൽ അവെയർനെസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് ഒതുങ്ങി പോവാതെ നമ്മൾക്ക് ചുറ്റും നടക്കുന്ന സൊസൈറ്റിയുടെ കാര്യങ്ങളും കൂടെ നമ്മൾ അറിഞ്ഞിട്ട് അവർക്കും കൂടെ ഉള്ള ബെനിഫിറ്റ് ആകുന്ന രീതിയിൽ വർക്ക് ചെയ്യുക. So it involves empathy, service orientation, developing others and understanding a group's emotional currents and power relationship. നമ്മൾ ഒരു ബിസിനസ് വർക്ക് ചെയ്യുമ്പോൾ ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള ഇൻസൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ എംപ്ലോയേഴ്സിൻ്റെ ബെനിഫിറ്റിന് മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യും വർക്ക് ചെയ്യുന്നത്. ഈ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് സൊസൈറ്റിക്ക് എങ്ങനെയാണ് ബെനിഫിറ്റബിൾ ആകുന്നത്. സപ്പോസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് സൊസൈറ്റിക്ക് ഹാനികരമാകുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് സൊസൈറ്റി ആ ബിസിനസ് സ്ഥാപനത്തിൽ ഉള്ളിലുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, അതാണ് അവരുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ നിന്നും നമുക്കൊരു സോഷ്യൽ എന്തുണ്ടാകുന്നില്ല, ബെനിഫിറ്റ് ഉണ്ടാകുന്നില്ല. സൊസൈറ്റിക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാകുന്നില്ല. സോ ഏതൊരു എംപ്ലോയിയും ഏതൊരു ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിലും സൊസൈറ്റിയും കൂടെ കൺസിഡർ ചെയ്തിട്ട് സോഷ്യൽ അവെയർനെസ് ഉണ്ടാകണം. അപ്പോൾ ഈ ഒരു പവർ, ഈ ഒരു സെൽഫ് അവെയർനെസ്സും സെൽഫ് മാനേജ്മെൻറ്റും അതേപോലെ തന്നെ സോഷ്യൽ സ്കിൽസ്, സോഷ്യൽ അവെയർനെസ്, ഈ ഫാക്ടേഴ്സൊക്കെ ഒരു വ്യക്തി അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. സോ ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? ഇമോഷണൽ ക്വോഷ്യൻറ്റിൽ വരുന്നതാണ്. സോ EQ എന്നുള്ള കോൺസെപ്റ്റും നമ്മൾ മെഷർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ദ നെക്സ്റ്റ് സ്പിരിച്വൽ ക്വോഷ്യൻറ്റ്. സോ എന്താണ് സ്പിരിച്വൽ ക്വോഷ്യൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സ്പിരിച്വൽ ക്വോഷ്യൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ മെഷർ ദാറ്റ് ലുക്സ് അറ്റ് എ പേഴ്സൺസ് സ്പിരിച്വൽ അക്യുമെൻ. That is, it is as important as intelligent quotient and emotional quotient. While IQ looks at the cognitive intelligence, EQ looks at the emotional power of a person, spiritual quotient looks at the spiritual power of a person. അതായത് സ്പിരിച്വൽ ക്വോഷ്യൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് 20th സെഞ്ച്വറിൻ്റെ അവസാന കാലത്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞു വന്നത്. അതായത് സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഈസ് റിലേറ്റഡ് വിത്ത് ഡെവലപ്മെൻറ്റ് ഓഫ് അവർ ലോങ്ങിങ്സ് ആൻഡ് കപ്പാസിറ്റി ഫോർ മീനിങ്, വിഷൻ ആൻഡ് വാല്യൂ. അതായത് സീനിയർ ലെവലിലുള്ള മാനേജേഴ്സിന്, ടോപ്പ് ലെവലിലുള്ള മാനേജേഴ്സിന് കുറേ സ്പിരിച്വൽ ക്വോഷ്യൻറ്റും കൂടെ വേണം, IQ, EQ ഇതിനൊക്കെ പുറമെ. അതായത് അവർക്ക് പിന്നെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഇൻസൈറ്റ് അല്ലെങ്കിൽ വിഷൻ, അല്ലെങ്കിൽ എത്തിക്കലായിട്ടുള്ള, എൻവയോൺമെൻറ്റലായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ ലാർജ് ലെവലിലുള്ള ഒരു വ്യൂ അല്ലെങ്കിൽ വിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പിരിച്വാലിറ്റി വളരെ അത്യാവശ്യമാണ്. അതായത് സ്പിരിച്വാലിറ്റി ഇൻക്രീസസ് ദ പവർ ഓഫ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള കഴിവ്, ഒരു വ്യക്തിക്ക് സ്വമേധയാ അയാൾക്കുണ്ടാകുന്ന കഴിവിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? സ്പിരിച്വാലിറ്റി വേണം. സോ സ്പിരിച്വാലിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അതായത് നമ്മളിപ്പോൾ ഈ മോഡേൺ ഡേ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ റീസെൻ്റായിട്ട് നമ്മൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ടെററിസം അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഹ്യൂമൻനെസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനെ ഡീൽ ചെയ്യാനുള്ളൊരു പവർ, സ്പിരിച്വൽ പവർ, അത് എപ്പോഴും ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയിക്ക് അത്യാവശ്യമാണ്. അതായത് ടഫസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലും അതിനെ ഡീൽ ചെയ്യാനുള്ളൊരു പവർ, അതായത് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട്, എന്താണോ കാര്യകാരണങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ബിഹേവ് ചെയ്യാനുള്ള പവർ, അതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ഒരു എംപ്ലോയിക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് സ്പിരിച്വൽ ക്വോഷ്യൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്.
സോ IQ ലെവലിലും EQ ലെവലിലും അതേപോലെ തന്നെ SQ ലെവലും അറിയാൻ വേണ്ടിയിട്ട് ധാരാളം ടെസ്റ്റുകൾ എന്ത് നടത്തുന്നുണ്ട്, ഓർഗനൈസേഷൻ നടത്തുന്നു, HR ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നു. സോ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് 4ാമത്തെ സ്റ്റെപ്പ്. ഓക്കെ. So spiritual quotient is becoming important in business organizations. Organizations are understanding the importance of employers and employees trusting each other so that the customers also trust them. എംപ്ലോയീസും തമ്മിലുള്ള ഒരു പ്രോപ്പർ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, കസ്റ്റമേഴ്സിനും അവരെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കസ്റ്റമേഴ്സ് ട്രസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ബിസിനസ്സിന് സക്സസ് ഉണ്ടാവുള്ളൂ. അതാണ് അതിൻ്റെ ബേസിക് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ട്രേഡ് ടെസ്റ്റ്. നമ്മളിപ്പോൾ ഇൻ്റലിജൻസ് ടെസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി എന്താണ് ട്രേഡ് ടെസ്റ്റ്? ട്രേഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിംപ്ലി ടു നോ ദ ട്രേഡിംഗ് കപ്പാസിറ്റി ഓഫ് കാൻഡിഡേറ്റ്സ്. ട്രേഡിംഗ് കപ്പാസിറ്റി അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ദെയർ കപ്പാസിറ്റി ടു ലേൺ സ്കിൽസ് റിക്വയർഡ് ഫോർ എ പർട്ടിക്കുലർ ജോബ്. ഒരു ജോബിന് വേണ്ട ക്വാളിറ്റീസ് അല്ലെങ്കിൽ സ്കില്ല് അക്വയർ ചെയ്യാൻ, അത് ചിലപ്പോൾ അയാളുടെ ബേസിക് ക്വാളിഫിക്കേഷനിൽ നിന്നും ചിലപ്പോൾ ആ സ്കില്ല് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ ആ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. സോ ആ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള പവർ ഉണ്ടോ, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ടു നോ ദ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ദി കാൻഡിഡേറ്റ്സിൻ്റെ ഇൻട്രസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റ്. ദെൻ പേഴ്സണാലിറ്റി ടെസ്റ്റ്. പേഴ്സണാലിറ്റി ടെസ്റ്റ് എവിടെയും ഏതൊരു ഫീൽഡിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് എത്രത്തോളം ക്വാളിഫിക്കേഷനോ അവയർനെസ്സോ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, എന്തുണ്ടാവണം, നല്ലൊരു പ്രോപ്പർ പേഴ്സണാലിറ്റി ഉണ്ടാകണം. അതായത് മാനേഴ്സ് കീപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ ബാക്കിയുള്ളവരുടെ ഇടയിൽ, അതായത് നമുക്ക് നല്ലൊരു എന്തുണ്ടാവുള്ളൂ, ഒരു പോയിന്റ് ഉണ്ടാവുള്ളൂ. സോ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു ചെക്ക് ദ പേഴ്സണാലിറ്റി ആൻഡ് മാനേഴ്സ് എക്സെട്ര ഓഫ് ദി കാൻഡിഡേറ്റ്സ്. ഓക്കെ. സോ ഈ ഇത്രയും ടെസ്റ്റുകൾ നമ്മൾ ബിസിനസ് ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യുന്നു. ദെൻ ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് ടെസ്റ്റ്. എന്തൊക്കെ ക്രൈറ്റീരിയകളാണ് ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ടത്? റിലയബിലിറ്റി എന്ന് പറയുന്നത് ദ എബിലിറ്റി ഓഫ് എ ടെസ്റ്റ് ടു ഗിവ് കൺസിസ്റ്റൻറ്റ് റിസൾട്ട്. അതായത് ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റിന് റിലയബിൾ ആയിട്ടുള്ള റിസൾട്ട് തരാൻ പറ്റുമോ എന്നുള്ളതാണ് റിലയബിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ അപ്പോൾ അതിനെന്തുണ്ടാകണം, സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാകണം. അതായത് ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഇൻഡിവിജ്വലിന് ഒരു ദിവസം ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു. ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തപ്പോൾ അയാൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് 5 മാർക്കാണ്. അതേ ടെസ്റ്റ് അതേ പേഴ്സണ് പിറ്റേ ദിവസം അല്ലെങ്കിൽ വേറൊരു ദിവസം കണ്ടക്ട് ചെയ്തപ്പോൾ അയാൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഡിഫറൻസ്, അതായത് ഇരട്ടി ഡിഫറൻസ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ആ ടെസ്റ്റ് എത്രത്തോളം റിലയബിൾ അല്ല എന്നുള്ളത് പറയാം. അതായത് നമ്മൾ നടത്തിയിട്ടുള്ള ടെസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ് അല്ല, അല്ലെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള ടെസ്റ്റ് അല്ല. സോ ഏതൊരു ടെസ്റ്റും ഗുഡ് ടെസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം, വേരിയേഷൻസ് ഡിഫറെൻറ്റ് ടൈമിൽ നമ്മൾ നടത്തുമ്പോഴും അതിന് വേരിയേഷൻസ് എന്തുണ്ടാവാൻ പാടില്ല, അധികം ഉണ്ടാവാൻ പാടില്ല. സോ അതിനെയാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. അതായത് സ്ഥിരമായിട്ടുള്ള ഒരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കണം ഒരു ടെസ്റ്റ്. Then validity means the degree to which a test measures what it is designed to measure. നമ്മൾ എന്താണോ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ ഒരാളുടെ ഇൻ്റലിജൻസ് മെഷർ ചെയ്യാനാണ് നമ്മളൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ള ടെസ്റ്റിൽ നിന്നും അയാളുടെ ഇൻ്റലിജൻസ് തന്നെയാവണം റിവീൽ ചെയ്യേണ്ടത്. സോ ഏത് പർപ്പസിനാണോ നമ്മളൊരു ടെസ്റ്റ് നടത്തിയത് ആ പർപ്പസ് തന്നെ ആയിരിക്കണം ആ ടെസ്റ്റ് ഫുൾഫില്ല് ചെയ്യേണ്ടത്. അതാണ് ഒരു ടെസ്റ്റിൻ്റെ ഒരു ഗുണം. Okay, so validity of a test helps us to predict whether a person will be successful or not in a job. Okay, so നമ്മൾ ഉദ്ദേശിച്ച കാര്യം അതിലൂടെ ടെസ്റ്റ് ചെയ്യപ്പെടണം. Then objectivity എന്ന് പറയുമ്പോൾ ബയാസ് ഇല്ലാതിരിക്കാം. അതായത് 2-3 ആളുകൾ പിന്നെ ഒരേ തരത്തിൽ എന്ത് ചെയ്യാം, 2 or more people can interpret the result of the same test and derive the same result. If it is so, the test is said to be objective. നമ്മളൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്തപ്പോൾ അതിന് കിട്ടിയിട്ടുള്ള റിസൾട്ട് 2-3 ആളുകൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യാകുമ്പോഴും അവർക്ക് സെയിം ആയിട്ടുള്ള ഒരു ഇൻ്റർപ്രിറ്റേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല, ഒബ്ജക്റ്റിവിറ്റി ഇല്ല. അതായത് ഒബ്ജക്റ്റിവിറ്റി ഉണ്ട്, അതായത് സബ്ജക്റ്റീവ് ബയാസ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ ഒബ്ജക്റ്റിവിറ്റി ഏതൊരു ഫീൽഡിലും അത്യാവശ്യമാണ്. പേഴ്സണൽ ബയാസ് അല്ലെങ്കിൽ സബ്ജക്റ്റിവിറ്റി ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്.
ഓക്കെ. ദെൻ സ്റ്റാൻഡർഡൈസേഷൻ. എപ്പോഴും ഒരു ടെസ്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ ഉള്ളതായിരിക്കണം, അതായത് അതിനൊരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ളൊരു ടെസ്റ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം നടത്തുകയാണെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ളൊരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. അതുപോലെ SSLC എക്സാം എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റാണ്. സോ അതേപോലെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ടെസ്റ്റുകൾക്കും ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടായിരിക്കണം. സോ ഇതൊക്കെയാണ് ഒരു നല്ല ടെസ്റ്റ് എന്ന് നമ്മൾ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട qualities, criterias, reliability, validity, objectivity and standardization. So next, interview. So after test, നമ്മൾ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ഇൻ്റർവ്യൂ ആണ്. Interview is the selection technique which enables the employer to view the total individual and directly appraise him and his behavior. It is the method by which an idea about an applicant's personality can be obtained by face-to-face contact. An interview is a purposeful exchange of ideas, the answering of questions and communication between two or more persons. Interview എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റിലൂടെ വ്യക്തിയുടെ പേഴ്സണാലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അയാളുടെ കഴിവുകൾ നമുക്ക് നേരിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് മെത്തേഡാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ് ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ്? ഒന്നാമത്, ടു ക്രോസ് ചെക്ക് ആൻഡ് വെരിഫൈ ദ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ഇൻ ഏർലിയർ സ്റ്റെപ്സ്, ആപ്ലിക്കേഷൻ ഫോംസ് ആൻഡ് ടെസ്റ്റ്. നമ്മളിതിന് മുന്നേ, അതായത് ഒരു എംപ്ലോയിയെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാളെ സെലക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ കുറേ പ്രൊസീജിയറുകൾ ചെയ്തു. ആദ്യം പ്രിലിമിനറി ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തു, പിന്നെ അതിന് മുന്നേ സ്ക്രീനിങ് ചെയ്തു, ദെൻ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്തു. ടെസ്റ്റുകളുടെ റിസൾട്ടിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കറക്റ്റ് അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരെ നേരിട്ട് ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ മുന്നേ കിട്ടിയിട്ടുള്ള റിസൾട്ടുകളൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇൻ്റർവ്യൂ. Then to judge the candidate's qualification and characteristics so as to decide whether or not select him. ലാസ്റ്റ് സ്റ്റേജ് ആണ് നമ്മൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. സോ ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ ചെക്ക് ചെയ്താലും അതിന് ആ ക്വാളിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള റിസൾട്ട് അത് ആ വ്യക്തിയിൽ നിന്നും കിട്ടിയത് തന്നെയല്ലേ, അല്ലെങ്കിൽ അയാൾ ഈ ഒരു ജോബിന് ആപ്റ്റ് അല്ലേ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാസ്ക്കാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. Then to give the candidate essential facts about the job and the company to enable him to decide intelligently whether he should or should not accept the employment. അതായത് ഒരു ജോബിലേക്ക് കയറുന്ന സമയത്ത് ആ ജോബിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ആ ജോബിന് വരുന്ന അയാൾ എടുക്കേണ്ട റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ചും അതോറിറ്റിയെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, ഇൻ്റർവ്യൂവിൽ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ആ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ നേരിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിലൂടെ പറ്റുന്നു. Okay, then to establish a rapport or mutual understanding between the company and the candidate and to promote the company's goodwill. കമ്പനിയുടെ ഗുഡ്വിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയും എംപ്ലോയീസും തമ്മിലുള്ളൊരു ഒരു റാപ്പോ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇൻ്റർവ്യൂ സാധിക്കുന്നു. സോ ഇൻ്റർവ്യൂ നടത്തുന്നതിൻ്റെ പർപ്പസാണ് നമ്മൾ